ശ്രീ രാഹുൽ, അങ്ങ് ഈ വാർത്ത അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ അറിയുകയാണെങ്കിലും പറയുകയാണ്, സംസ്ഥാനത്ത് ഈ KSRTC ദീർഘദൂര സർവീസിനായി അനുവദിക്കുന്നത് കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ എന്നതാണ് ഇപ്പോൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത. നേരത്തെ ഈ 17 വർഷം സർവീസ് നടത്താൻ അനുമതി, അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ 1000-ഓളം ബസ്സുകളൊക്കെ ഇപ്പോൾ തന്നെ ഈ നിരത്തിൽ നിന്ന് പിൻവലിക്കേണ്ട സമയമായി. ഈ മനുഷ്യൻ്റെ ജീവന് വില നൽകണം എന്നറിയാത്തവരല്ല KSRTCയിലെ അധികാരികളൊക്കെ. പക്ഷേ എങ്കിലും എന്താണ് ഇത്തരത്തിൽ ഒരു നിലപാട് ഇപ്പോഴും നമ്മുടെ അധികൃതർ തുടർന്നു പോകുന്നത്? KSRTC ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിന്റെ കീഴിലുള്ള ബസ്സുകൾക്ക് പരമാവധി ദീർഘദൂരം ഓടാൻ 5 വർഷമാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ ആ ബസ്സുകളെ മറ്റ് ക്ലാസിഫിക്കേഷനിലേക്ക് ഫാസ്റ്റ്, അതുപോലെ തന്നെ ഓർഡിനറി, സിറ്റി ഫാസ്റ്റ്, അങ്ങനെയുള്ള മറ്റ് ക്ലാസിഫിക്കേഷനുള്ള സർവീസുകളിലേക്ക് മാറുന്നതായിരുന്നു പതിവ്. 15 വർഷം വരെ വണ്ടിക്ക് ഒരു ലൈഫ് സ്പാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വണ്ടി സ്ക്രാപ്പ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി KSRTC നേരിടുന്ന ഒരു പ്രതിസന്ധി മുന്നിൽ നിർത്തിക്കൊണ്ട് പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള പണം KSRTC കണ്ടെത്താൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ വന്നു. എന്നാൽ സർക്കാരിന് KSRTCക്ക് ബസ് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക ഭദ്രതയല്ല എന്നുള്ളതിൽ സർക്കാരും സ്വീകരിച്ച ഒരു ഘട്ടം വന്നപ്പോഴേക്ക് നമ്മുടെ ബസ്സുകളുടെ എണ്ണം 6200 നിന്ന് 5000 കുറയുന്ന ഒരു സാഹചര്യം വന്നു. 5000-നും താഴെ പോയി. പിന്നെ കുറെ സ്വിഫ്റ്റ് ബസ്സുകളൊക്കെ വന്നതുകൊണ്ടും കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി നഗരസഭ കോർപ്പറേഷനുകൾ വാങ്ങിക്കൊടുത്ത അമൃത് പദ്ധതിയുടെ ഭാഗമായ ഇലക്ട്രിക് ബസ്സുകളടക്കം വന്നപ്പോഴാണ് ഇപ്പോൾ 5000 സർവീസ് മിനിമമെങ്കിലും നടത്തി പോകാൻ കഴിയുന്നൊരു സാഹചര്യം വരുന്നത്. അതിൽ തന്നെ ദീർഘദൂര സർവീസുകൾ കാലാവധി 5 വർഷ കാലാവധി കഴിഞ്ഞ ബസ്സുകളാണ്. നേരത്തെ ഓടിക്കൊണ്ടിരുന്ന ഇന്റർസ്റ്റേറ്റ് പെർമിറ്റുള്ള ബസ്സുകളാണ് ഇപ്പോഴും ദീർഘദൂര സർവീസുകൾ ഓടുന്നത്. അതുകൊണ്ട് വേറെ അപാകതയില്ല. പക്ഷേ അധികം പഴക്കമുള്ള വണ്ടികൾ ദീർഘദൂര സർവീസ് ഓടുന്നത് ബ്രേക്ക് ഡൗൺ നിരക്ക് വർദ്ധിപ്പിക്കാനും ഉള്ളൊരു വിഷയമൊക്കെ വരും. അപകട സാധ്യത എന്ന് പറയുന്നില്ല, പക്ഷെ ബ്രേക്ക് ഡൗൺ നിരക്കിനകത്ത് ദീർഘദൂരം ഓടുമ്പോൾ കാലപ്പഴക്കം ചെന്ന വണ്ടികളെ സംബന്ധിച്ചിടത്തോളം. ശ്രീ രാഹുൽ, ഇപ്പോൾ ഈ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ കാസർഗോഡ് മംഗലാപുരം ഈ റൂട്ടിൽ തന്നെ ദിവസം 4 ട്രിപ്പുകളാണ് ഓടുന്നത്. അത് ഈ കാസർഗോഡ് മംഗലാപുരം എന്ന് പറയുമ്പോൾ ഒരു 700 കിലോമീറ്ററിലധികം വരുന്നുണ്ട്. അപ്പോൾ ഈ കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഇങ്ങനെ സർവീസ് നടത്തുന്നത് യാത്രക്കാരുടെ ജീവന് കൂടി പ്രശ്നമല്ലേ? കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ദീർഘദൂര സർവീസിന് മാറ്റണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ എല്ലാവരും കാഴ്ചപ്പാട്. പക്ഷേ മാറ്റിയാൽ കൊടുക്കാൻ വേറെ വണ്ടിയില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. KSRTCക്ക് വേണമെങ്കിൽ നിർത്താം, ആ ബസ് റൂട്ടുകൾ സ്വകാര്യ മേഖലയ്ക്ക് വേണമെങ്കിൽ അവർ പൊന്നുപോലെ ഏറ്റെടുക്കും. പക്ഷേ ബസ് എവിടെ നിന്ന് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ് ആ സർവീസുകൾ നിലവിലെ വണ്ടി ഉപയോഗിച്ച് തന്നെ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യം വരുന്നത്. ബസ് വാങ്ങാനുള്ള ശേഷി KSRTCക്ക് ഇല്ല. മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ LICയിൽ നിന്ന്, ഹഡ്കോയിൽ നിന്ന്, പവർ ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന്, വിവിധ സഹകരണ സംഘങ്ങളിൽ നിന്നൊക്കെ പണം വായ്പ എടുക്കും. ആ വായ്പ എടുത്തിട്ട് ബസ്സിന്റെ കളക്ഷനിൽ നിന്ന് നമ്മൾ ആ വായ്പ തിരിച്ചടച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ പിന്നെ ആ ഒരു സാമ്പത്തിക ശേഷി നിലവിലില്ലാത്ത ഒരു സാഹചര്യം മുമ്പിൽ വരുമ്പോൾ ആണ് നമ്മുടെ മുമ്പിൽ ഈ ഒരു ചോദ്യം വരുന്നത്. ദീർഘദൂര സർവീസുകൾ ഓടുന്ന വണ്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ വണ്ടികൾ ലഭ്യമാക്കേണ്ട ഒരു നടപടി തന്നെയാണ് ഉണ്ടാവേണ്ടത്. പക്ഷെ ഇപ്പോൾ KSRTC അതായത് ഈ KSRTC സാമ്പത്തികമായി ഈ ഞെരുക്കത്തിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മുന്നോട്ട് പോകാനേ കഴിയുകയുള്ളൂ അല്ലേ? അതെ, നിലവിലെ സാഹചര്യത്തിൽ അതേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോ 63 കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റ് ബസ് വാങ്ങാൻ വേണ്ടി KSRTCക്ക് ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുണ്ട്, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം 2025. ആ പണമെങ്കിലും വാങ്ങി ദീർഘദൂര സർവീസുകളിലിരിക്കുന്ന വണ്ടികൾ മുഴുവൻ റീപ്ലേസ് ചെയ്യണമെന്നാണ് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുവേണ്ട സമ്മർദ്ദം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും, തുടരും. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ പ്രതികരിച്ചതിന്. സരീഷ് PK തുടരുന്നുണ്ട്. സരീഷ്, ഇപ്പോൾ ഈ വിഷയം ഇത് എത്രത്തോളം ഗൗരവതരമാണ് എന്നുള്ളത് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്നും സരീഷിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. നമുക്ക് ഈ KSRTC അധികൃതരുമായി സംസാരിക്കാനോ അവർക്കിടയിലേക്ക് ഈ വിഷയത്തെ ഗൗരവത്തോടെ എത്തിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? നമ്മളിതുമായി ബന്ധപ്പെട്ട് പല ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ ഓഫീസുമായും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. KSRTCയുടെ തിരുവനന്തപുരത്തെ ഓഫീസുമായൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവരൊക്കെ പറയുന്നൊരു കാര്യം, നിലവിൽ പുതിയ ബസ്സുകൾ വാങ്ങി ഇത്തരത്തിൽ, അതായത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയ ബസ്സുകൾ വാങ്ങി ഇത്തരം റൂട്ടുകളിൽ ഓടിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. കാരണം ഫിനാൻഷ്യലി, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ KSRTC ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബസ്സുകൾ പുതുതായി വാങ്ങാൻ സാധിക്കാത്തതും പുതിയ 503 റൂട്ടുകൾ സ്വകാര്യവൽക്കരിക്കേണ്ടി വന്നതും എന്നതാണ് അവർ നമ്മളുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഈ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയട്ടെ. സാമ്പത്തിക പ്രതിസന്ധി, KSRTCയുടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അധികാരികളും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും യാത്രക്കാരുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ബാധ്യത കൂടെ KSRTCക്കുണ്ട്. ശരി സരീഷ്.